ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പാറ്റേണുള്ള ഒരു ടൈപ്പ് എക്സ് ടൈപ്പ് ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 4-5 ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ആദ്യം ഇത് ചെയ്യാനുള്ള ലോജിക്ക് എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് ചെയ്യേണ്ടിക്ക് ആദ്യം നമുക്ക് സ്ക്വയർ പാറ്റേൺ സോൾവ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടായിരിക്കും. അതാണ് ആദ്യത്തെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് ഞാൻ പറയുന്നത്. ആ ഒരു സ്കില്ലുള്ള ആൾക്ക് ആ ഒരു സ്കില്ലില്ലാത്ത ആൾക്കാർക്ക് ഏലൂട്ട പഠിക്കേണ്ട അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുക. ഓക്കെ, ആ ഒരു സ്കില്ലിങ് വേണം, അതായത് ഇങ്ങനെ സ്ക്വയർ പ്രിൻ്റ് ചെയ്യേണ്ട സ്കില്ല്. ഇനി ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇതിനെ നമ്മൾ മാറ്റിയെടുക്കുക എന്ന് വെച്ചാൽ, ഇവിടെ നമ്പർ ഓഫ് ലൈൻസ് 5 ഞാൻ എന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് ഉള്ളിലത്തെ ലൂപ്പിൽ നിന്ന് ഇതങ്ങ് മാറ്റുക. നമുക്ക് ഇങ്ങനെ ഡയഗണലായിട്ട് സ്റ്റാർ പ്രിൻ്റ് ചെയ്ത് കിട്ടണം. അതായത് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല ആദ്യം, ഏത് ഡിക്രീസിങ് ഡയഗണൽ വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു കീവേഡ് പോലത്തെ ഒരു സാധനം ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ റെഫർ ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഡിക്രീസിങ് ഡയഗണൽ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡാണ്, അതായത് കണ്ടീഷനായിട്ട് ഇഫ് കൊടുക്കുന്നതാണ് i = j. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഇൻക്രീസിങ് ഡയഗണൽ പ്രിൻ്റ് ചെയ്യാനുള്ള കീയും നമ്മൾ ആ വീഡിയോ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതെങ്ങനെ പ്രിൻ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, i + j = n+1. ഓക്കെ, ഈ ഒരു കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ആ രണ്ട് ഡയഗണൽസ് പ്രിൻ്റ് ചെയ്യുക. പിന്നീട് പ്രിൻ്റ് സ്റ്റാർ കൊടുത്താൽ ഇപ്പോൾ അത് പ്രിൻ്റ് ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, പ്രിൻ്റ് ആവില്ല. കാരണം ഇവിടെ നമ്മളിപ്പോൾ കണ്ടീഷൻ കൊടുത്തത്, ഈ രണ്ടിടത്ത് സ്റ്റാർ പ്രിൻ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ കൊടുത്തത്, ആ സ്റ്റാറൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുമുണ്ട്. ഓക്കെ, പക്ഷേ അതിനൊരു ഓർഡർ ഇല്ല. കാരണം ഇവിടെ സ്പേസ് ഉണ്ട്. ആ ഒരു സ്പേസ്, അതായത് ഈ സ്റ്റാർ പ്രിൻ്റ് ചെയ്യാതെടുത്തൊക്കെ സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ആ സ്പേസും കൂടി എല്ലാ സ്റ്റാറിൻ്റെ അടുത്ത് സ്പേസ് കൊടുക്കണം. ഓക്കെ, അതായത് സ്റ്റാർ പ്രിൻ്റ് ചെയ്യാത്ത സ്ഥലത്തൊക്കെ സ്പേസ് കൊടുക്കണം. അതായത് ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആകുന്ന എല്ലാ സ്ഥലത്തും സ്റ്റാർ കൊടുക്കണം. പ്രിൻ്റ് എഫിൻ്റെ അകത്ത് സ്റ്റാറല്ല, സ്പേസ് കൊടുക്കണം. ഇവിടെ ഞാൻ ഒരു ക്യാരക്ടർ കൊടുക്കുന്നെങ്കിൽ ഇവിടെയും ഒരു ക്യാരക്ടർ കൊടുക്കുക, അല്ലെങ്കിൽ തെറ്റും. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ സെമിക്കോളൻ ഉണ്ടാകുന്നതിൻ്റെ അത്. ഓക്കെ, എക്സ് പാറ്റേൺ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വിടാനൊക്കെ 1 ഇവിടെ 1, അതായത് ഒരു പാറ്റേൺ രണ്ടോ നോക്കട്ടെ. ഇല്ല, ആ പാറ്റേൺ എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു പാറ്റേൺ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ആദ്യം നോക്കാം. അതായത് ഇത് നമുക്ക് 1 1, 2 2, 3 3, അല്ല 3 മാത്രം, 4 4, 5 5. അതായത് ഫസ്റ്റ് റോയിൽ 1, സെക്കൻഡ് റോയിൽ 2 മാത്രം, തേർഡ് റോയിൽ 3, ഫോർത്ത് റോയിൽ 4, ഫിഫ്ത്ത് റോയിൽ 5. അതങ്ങനെ കൊടുക്കുക. എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകേണ്ടതാണ്. ജസ്റ്റ് പെർസെൻറ്റേജ് ഡി കൊടുക്കുക. ഇവിടെ ഐനെയാണ് പ്രിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഐ കൊടുക്കുക. ഇപ്പോൾ 1 1, 2 2, സെക്കൻഡ് റോയിൽ 2, തേർഡ്, ഫോർത്ത് റോയിൽ 4, ഫിഫ്ത്ത് റോയിൽ 5. ഓക്കെ, നമുക്ക് നോക്കാനുള്ള ഏത് പാറ്റേണാണ്, അതൊക്കെ ഈ പാറ്റേൺ നമ്മളിപ്പോൾ നോക്കി. ഇനി ഈ ടൈപ്പ് ഒരു എക്സ് പാറ്റേണാണ് നോക്കേണ്ടത്. 1 ഇവിടെ 5, 2 4, 3 1 2 4 5 1 5. ഇതാണ്ട 1 2 3 4, ഇതൊക്കെ മറിച്ച് 5, 1 2 3 4 5, 3 2 4 5. ഇവിടെ അത് സൂക്ഷിച്ച് നോക്കി മനസ്സിലാവും, ജെ ആണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓക്കെ അല്ലേ? യെസ്, നമുക്ക് കിട്ടേണ്ട പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് ടൈപ്പ് നോക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു ടൈപ്പ് നോക്കിയതാണ്. യെസ്, ഈ ഒരു ടൈപ്പാണ് നമ്മളിപ്പോൾ നോക്കി അല്ലേ? അതെയാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഒരു ടൈപ്പ്, അത് 1 2 3 4 5
6 7 8 9 9 ഇതുണ്ട്, ലൈൻസ് ഉണ്ട് ഈക്വൽ ടു 9. ഇനി ഇവിടുന്ന് ഇങ്ങനെ 5 വരെ കൂടി, അതുപോലെ ഇവിടുന്ന് ഇങ്ങനെ 5 വരെ കൂടി, പിന്നെ കുറഞ്ഞു പോകുന്നു, പിന്നെ കുറഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. ഇതെങ്ങനെ സോൾവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി 2-3 വേയിലൂട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. ഇങ്ങനെ സോൾവ് ചെയ്യുക, അതായത് ഇവിടെ ഇങ്ങനെ ഇത് മാത്രമായിട്ട് കോഡ് കൊടുക്കും, ഒരു കെ എന്ന് പറഞ്ഞോ, ഇവിടുന്ന് ഇങ്ങനെ ഐ പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കും. ഓക്കെ, അതായത് ഇവിടുത്തം വരെ n/2 വരെ ഐ പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കും. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു കെ എന്ന് പറഞ്ഞിട്ട് വാല്യൂ 5 വെച്ചിട്ട് 1 വെച്ച് മൈനസ് ചെയ്ത് നോക്കും. അതുപോലെ ഇവിടുന്ന് ഇങ്ങനെ ഇവിടെയും ഐ തന്നെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കും. ഇവിടുന്ന് ഇങ്ങനെ താഴോട്ടേക്ക് വരുന്നതിന് എന്ത് പ്രിൻറ്റ് ചെയ്യിപ്പിക്കും, ഇവിടെ ജെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കും അല്ലേ. യെസ്, ഈ ഒരു വിധത്തിൽ ഞങ്ങൾക്ക് കോഡ് ചെയ്യാം. പക്ഷെ ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു വേയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ ഒരു പുതിയൊരു വേരിയബിളിനെ അസൈൻ ചെയ്യുന്നുണ്ട്. കെ ഈക്വൽ ടു 1 എന്ന് ഞാൻ അസൈൻ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ആ കെനെ ഞാനിവിടെ പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രിൻറ്റ് ചെയ്താൽ ഒരു മാറ്റം കാണില്ല. പക്ഷെ ഞാൻ ഈ ഒരു ഫോർ ലൂപ്പിൻ്റെ പുറത്ത് വേറൊരു സാധനം കൂടി ആഡ് ചെയ്യുന്നു. അതായത് ഐ ലെസ് ദാൻ n/2 പ്ലസ് 1. ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ കെ പ്ലസ് പ്ലസ്, ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ കെ മൈനസ് മൈനസ്. ഇപ്പോൾ നമുക്ക് ആ പാറ്റേൺ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിന്ന് നടക്കുന്നുണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് n/2 പ്ലസ് 1 ആദ്യം സോൾവ് ചെയ്യും. അതായത് n 9 /2 എന്ന് വെച്ചാൽ 4.5, പക്ഷേ 4 അവിടെ സ്റ്റോർ ആവും. ആ 4 + 1 5, അതായത് ഇവിടെ ഉള്ളത് 5 ആണ്. ഓക്കെ, 5 ലെസ് ദാൻ y. അതായത് നമുക്ക് ആദ്യം ഐ 1 ആകുന്ന കേസ് എടുക്കാം. ഇവിടെ ഇങ്ങനെ അത് 1 ഉം 1 ഉം പ്രിൻ്റായി. ഓക്കെ, അത് പ്രിൻ്റായിട്ട് ഇവിടത്തേക്ക് വരും. 5-നേക്കാൾ ചെറുതാണോ 1? യെസ്, അത് ട്രൂ ആയതുകൊണ്ട് ഇതിലേക്ക് വരുന്നത് കെ പ്ലസ് പ്ലസ് ചെയ്യുന്നു. കെ 2 ആണ്. കെ 2 ആയിട്ട് ഇവിടത്തേക്ക് പോകുന്നു. ഐ 2 ആകുന്നു. ഐ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് ഇവിടെ വരുന്നു. ഇവിടെ ഈ ഒരു കണ്ടീഷനും ജെ 1 പോകുന്നതുകൊണ്ട് ഈ ഒരു കണ്ടീഷനും ട്രൂ ആയതുകൊണ്ട് ഇതിൽ വരുന്നു. ഇവിടെ ആ സ്റ്റാർ പ്രിൻറ്റ് ചെയ്യേണ്ട കാര്യമൊക്കെ നടക്കുന്നു. ഇവിടെ കെ പ്രിൻറ്റ് ചെയ്യുന്ന 2 2. ഓക്കെ, ഈ 2 അവിടെ പ്രിൻ്റ് ആകുന്നു. തിരിച്ച് ഇവിടെ വരുന്ന n/2 പ്ലസ് 1, അതായത് 5 ലെസ് ദാൻ 2. യെസ്, അതായത് അതിലുള്ള 2 അത് ട്രൂ ആയതുകൊണ്ട് 5 ഇതിലുള്ള ഇവിടെ 2, അപ്പോൾ ട്രൂ ആയതുകൊണ്ട് കെ പ്ലസ് പ്ലസ്. അത് കെ 2 ഉള്ളത് 3 ആവും. എന്നിട്ട് വീണ്ടും വരുന്ന ഐ 3 ആകുന്ന ഇൻക്രിമെൻ്റ് ആയിട്ട് കണ്ടീഷൻ ട്രൂ ആകുന്ന ഇവിടെ വരുന്ന വീണ്ടും ആ 3നെ പ്രിൻ്റ് ചെയ്യുന്ന ഇവിടെ വരുന്നു. പിന്നെ ഐയിലിപ്പോൾ ഉള്ളത് 3 അല്ലേ, 3 ലെസ് ദാൻ 5. യെസ്, ട്രൂ ആയതുകൊണ്ട് കെ പ്ലസ് പ്ലസ് ചെയ്യുന്നു. കെയിലുണ്ടായിരുന്ന 3 മാറ്റി 4 ആകുന്നു. വീണ്ടും ഇവിടെ വരുന്ന ഐ ഇവിടെ ഇൻക്രിമെൻ്റ് ചെയ്യുന്ന 3 ആണ്. 4 ആകുന്നു. 4 ലെസ് ദാൻ 9. യെസ്, ട്രൂ ആയതുകൊണ്ട് ഇവിടെ വരുന്ന അത് പ്രിൻ്റ് ചെയ്യും. അതായത് ഇവിടെ ഉണ്ടായിരുന്ന 4 കെയിൽ ലാസ്റ്റ് സ്റ്റോർ ചെയ്ത 4 ഇത് അങ്ങ് പ്രിൻ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ വരുന്ന അതിലിപ്പോൾ ഉണ്ടായിരുന്ന 4 അല്ലേ, 4 ലെസ് ദാൻ 5. യെസ്, ട്രൂ. 4 5-നെക്കാട്ടും ചെറുതല്ലേ, അപ്പോൾ അത് ട്രൂ ആയതുകൊണ്ട് കെ പ്ലസ് പ്ലസ്. കെയിലുള്ള 4നെ മാറ്റി 5 ആകുന്നു. 5 ഈ ഒരു ലൂപ്പ് വർക്കാകുന്ന ഈ ഒരു നമ്പർ 5 അവിടെ പ്രിൻ്റ് ആകും. ഇനി ഇവിടത്തേക്ക് വരുന്നു. ഓക്കെ, ഇവിടത്തേക്ക് വരുമ്പം ഐയുടെ വാല്യൂ 5 ലെസ് ദാൻ 5. ആ ഒരു കണ്ടീഷൻ ഫോൾസ് അല്ലേ. 5 5-നെക്കാട്ടും ചെറുതല്ലല്ലോ, 5 ഈക്വൽ അല്ലേ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആണ്. ആ ഒരു കേസിൽ ഇവിടെ ഈ നെഗറ്റീവ്, അതായത് കെ മൈനസ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു ലൂപ്പ് വർക്കാവുമ്പോൾ ഇവിടെ 2 നെഗറ്റീവ് വാല്യൂ 4, അതായത് 4 പ്രിൻ്റ് ആകും. തിരിച്ചിവിടെ വരുമ്പോൾ വീണ്ടും ഐ കൂടുന്നില്ലേ, അപ്പോൾ വീണ്ടും കുറഞ്ഞിട്ട് പ്രിൻ്റ് ആവും. ആ ഒരു രീതി റിപ്പീറ്റ് ചെയ്യാൻ നടക്കുന്നു.
ഇവിടെ ഒരിക്കലും നിങ്ങൾ ഈക്വൽ ടു കൊടുക്കാൻ പാടില്ല, റിക്വസ്റ്റ്. ഓക്കെ, ഇനി നിങ്ങൾ 0 ഇട്ടിട്ട് തുടങ്ങുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 1 മൈനസ് ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാകുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ലാസ്റ്റ് വൺ, അതായത് ഇത് സ്വാഹോയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. സ്വാഹോ കമ്പനി ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യനായത് ഇതെങ്ങനെ സോൾവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ നമ്പർ ഓഫ് ലൈൻസ് 5 തന്നെയാണുള്ളത്. ഓക്കെ, ഇത് എനിക്ക് ഇവിടെ ഒരു ലോജിക്കും എത്തുന്നില്ല. പക്ഷെ ഇവിടുന്ന് വിട്ടിട്ട് ഓക്കെയാണ്, ഇവിടുന്ന് ഓക്കെ, ഈ ഒരു ആംഗിൾ ഓക്കെയാണ്. പക്ഷെ ഈ ഒരു ആംഗിള് കൂടില്ല. അതായത് ഈ ഒരു ആംഗിൾ ആദ്യം നമുക്ക് സോൾവ് ചെയ്യണം. ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇത് ഒന്ന്, ഇത് വേറൊന്നാക്കിയിട്ട് 2 വെച്ചിട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഇതിനെ ഒഴിവാക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്നിട്ട് ഒരു കാര്യം കൂടി ചെക്ക് ചെയ്യണം. ഇത് ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഈഫിൻ്റെ അകത്ത് i equal to j ആണെന്നും ആദ്യം നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഓക്കെ, ഇത് അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എൽസ് ഇഫ് കൊടുക്കുക. എന്നിട്ട് i പ്ലസ് ജെ ഈക്വൽ ടു n പ്ലസ് 1 കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ അതിൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. ഇതൊന്നും അല്ലെങ്കിൽ എൽസിൻ്റെ അകത്ത് പ്രിൻ്റ്എഫിൻ്റെ അകത്ത് സ്പേസ് വിളിക്കാൻ കൊടുക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ടത് എന്താണെന്ന് നമുക്ക് നോക്കാം. i ഈക്വൽ ടു ജെ, അതായത് ഈ ഒരു ഭാഗമാണ് നമ്മളിപ്പം കവർ ചെയ്യാൻ പോകണം. ഇവിടെ നമുക്ക് നോക്കിയാൽ ഇവിടെ രണ്ടാക്കണം. അതായത് പകുതി വരെ വേറെയും if i ലെസ് ദാൻ ഇവിടെ പകുതി വരെ കൊടുക്കേണ്ട കണ്ടീഷൻ ആക്കിയിട്ട് അങ്ങനെ 2 സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, i/2 പ്ലസ് 1 ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ പ്രിൻ്റ് എഫിൻ്റെ അകത്ത് ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു ലോജിക്കായിട്ട് നമ്മളെന്ന് വെച്ചാൽ %d കൊടുക്കുക, n മൈനസ് i കൊടുക്കാനായിട്ട് ഇപ്പോൾ തോന്നുന്നു. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എൽസ് ആണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ പറ്റും തെറ്റിയിട്ടാണെങ്കിൽ പ്രിൻ്റ് എഫിൻ്റെ അകത്ത് എന്ത് വേണം, %d വരണം. ഇവിടെ ഇങ്ങനെ 4ഉം 5ഉം അല്ല വന്ന്, അതായത് ഇത് ജെൻ്റെ പ്രിൻ്റാണ്. അപ്പോൾ ജെ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്താൽ മതി. ജസ്റ്റ് നമുക്കൊന്ന് റൺ ചെയ്ത് സ്റ്റഡി ആണോ ട്രൈ ചെയ്തേക്കാം. ഇവിടെ ഒരു n-i പോരാ, കാരണം n-i ചെയ്താൽ ഇവിടെ ഒന്ന് വരിക 4 അല്ല വരിക. ഇവിടെ ജസ്റ്റ് +1 ഇവിടെ കൊടുക്കണം. ഇപ്പോൾ ഓക്കെ അല്ലേ, 5 3 4 5. യെസ്, ഈ ഒരു ഭാഗം നമുക്ക് കിട്ടി. ഇനി ഈ ഒരു ഭാഗം അത് ഈ എൽസിഫിലാണ് ചെയ്യേണ്ടത്. അതിനകത്ത് if i ലെസ് ദാൻ n/2 പ്ലസ് 1 ആണോ ചെക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പ്രിൻ്റ് എഫിൻ്റെ അകത്ത് ഈ ഒരു ഭാഗമാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പോകണം. അതായത് ഇവിടെ ഇപ്പോൾ ഇതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ എന്താ പ്രിൻ്റ് ആകുന്നത്, i തന്നെയല്ലേ അല്ലേ, 1 2 3. യെസ്, i ആണ് അവിടെ പ്രിൻ്റ് ആകുന്നത്. ഇനി താഴോട്ടേക്ക് എൽസ് കേസിൽ പ്രിൻ്റ് എഫ് %d കൊടുത്തു കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ നോക്കിയേ 1 2 ഇതെന്തായാലും റോ അല്ല. ഇനി കോളാണെന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് കോളം, ഇത് സെക്കൻഡ് കോളം, ഇത് തേർഡ് കോളം. യെസ്, കോള. അപ്പോൾ ജെ ആണ് അവിടെ പ്രിൻ്റ് ആകുന്നത്. ജസ്റ്റ് നമുക്ക് റൺ ചെയ്ത് നോക്കാം.
ഓക്കെ അല്ലേ? യെസ്, നമുക്ക് വേണ്ട കോഡ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് സോഹോയിൽ ചോദിച്ച ക്വസ്റ്റ്യനാണിത്. അതായത് ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനമൊന്നുമില്ല ഈ ക്വസ്റ്റ്യനിൽ. ഓക്കെ, ഇവിടെ കേനിയും ആവശ്യമില്ല ഇപ്പോൾ. ഓക്കെ, എന്നാൽ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇത്രക്കും ക്വസ്റ്റ്യൻ ഞാൻ അടിച്ചിട്ടുള്ളൂ, ഇതൊക്കെ നമ്മൾ ചെയ്തേ. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽസിലെ വീഡിയോസ് നല്ലതാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ, ടേക്ക് കെയർ.